ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പൗരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഇന്ത്യൻ എംബസികൾ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്ത്യയുടെ യോഗയും സംഗീതവും ലോകരാഷ്ട്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തൃശൂരിൽ ചേതന ഗാനാശ്രമത്തിന് ഉപരാഷ്ട്രപതി തറക്കല്ലിട്ടു. പുതുച്ചേരിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായുള്ള മാതൃകാ ടൗൺഷിപ്പ് 1ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. ആരോഗ്യ ഭക്ഷ്യ വകുപ്പുകൾ പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വാർത്തകൾ വിശദമായി. അമേരിക്ക ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിയൻ ജനതയ്ക്ക് രാജ്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ഏറ്റവും വലിയ അവസരമാണിതെന്നും വരും ദിവസങ്ങളിലും ആക്രമണം തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാനിയൻ സൈനിക സർക്കാർ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഖമനി കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണത്തിൽ 40 ഇറാനിയൻ അധികൃതർ ഉൾപ്പെടെ 201 പേർ കൊല്ലപ്പെട്ടതായും 700ഓളം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിൽ 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസികൾ പൌരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൌരന്മാർ സമയബന്ധിതമായ സഹായവും ആശയവിനിമയവും സാധ്യമാക്കുന്നതിന് IND-embassy-israel.gov.in/Indian_national_reg എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ എംബസി ആവശ്യപ്പെട്ടു. ഇറാനിലെ ഇന്ത്യൻ പൌരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. UAE, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, ജോർദാൻ, സിറിയ, പലസ്തീൻ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളും പൌരന്മാർക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും കഴിയുന്നത്ര വീടുകളിൽ തന്നെ തുടരാനും ഇന്ത്യക്കാരോട് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ ഇന്ന് 444 വിമാന സർവീസുകൾ റദ്ദാക്കാൻ സാധ്യതയെന്ന് വ്യോമയാന മന്ത്രാലയം. യാത്രക്കാരുടെ സുരക്ഷയും പ്രവർത്തന ചട്ടങ്ങൾ പാലിക്കുന്നതും ഉറപ്പുവരുത്താൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പുനഃപരിശോധിക്കാനാകും. തിരുവനന്തപുരം, കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുഴുവൻ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. സംഘർഷ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈൻ നമ്പർ പ്രവർത്തനം തുടരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇന്ന് രാവിലെ 381 കോളുകളാണ് ലഭിച്ചത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നുള്ള ഔദ്യോഗിക വിവരങ്ങൾ ക്രോഡീകരിച്ച് ഏകോപനം നടത്തി പ്രവാസികളെയും ബന്ധുക്കളെയും തങ്ങൾ സഹായിക്കുന്നതായി നോർക്ക റൂട്ട്സ് അധികൃതർ ആകാശവാണിയോട് പറഞ്ഞു. വിമാന സർവീസുകൾ സംബന്ധിച്ച വിവരം അറിയാനും നിരവധി പേർ വിളിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തു നിന്ന് വന്ന കോളുകളിൽ ആശങ്കാജനകമായവ ഒന്നും തന്നെയില്ലെന്നും നോർക്ക റൂട്ട്സ് അധികൃതർ അറിയിച്ചു. പുതുതായി ലഭിക്കുന്ന ഔദ്യോഗിക വിവരങ്ങൾ പ്രവാസികളെയും ബന്ധുക്കളെയും അറിയിക്കാനുള്ള സംവിധാനങ്ങളും ഇവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് എത്തിയ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് തൃശൂരിൽ പരിസ്ഥിതി സൗഹൃദ സംഗീത ക്യാമ്പസായ ചേതന ഗാനാശ്രമത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇന്ത്യയുടെ യോഗയും സംഗീതവും രാഷ്ട്രീയത്തിനും അതിർത്തികൾക്കും അതീതമായി ലോകരാഷ്ട്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്തിന്റെ പ്രാചീന തത്വചിന്തയായ വസുധൈവ കുടുംബകം എന്ന ആശയമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതി സൗഹൃദ സംഗീത ക്യാമ്പസ് എന്ന നിലയിൽ ചേതന ഗാന ആശ്രമം ജനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃശൂരിലെ പരിപാടിക്ക് ശേഷം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പുതുച്ചേരിയിൽ 2700 കോടി രൂപയിലധികം വിലമതിക്കുന്ന വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു.
ശക്തമായ യുവത്വമാണ് രാജ്യത്തിന്റെ വളർച്ചയുടെ അടിത്തറയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ശ്രീ അരബിന്ദോയുടെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ആഗോള ആത്മീയ മഹോത്സവം ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം തമിഴ്നാട്ടിലെ മധുരയിലെത്തുന്ന അദ്ദേഹം 4400 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കമിടും. തമിഴ്നാട്ടിലെ പ്രക്ഷേപണ സേവനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി കുംഭകോണം, ഏർക്കാട്, വെല്ലൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ ആകാശവാണി FM റിലേ ട്രാൻസ്മിറ്ററുകൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മധുരയിൽ NDAയുടെ റാലിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാരസ്പര്യത്തിന്റെയും കേരള മാതൃക ലോകം കണ്ടറിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള മാതൃകാ ടൌൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യഘട്ട ഗുണഭോക്താക്കളായി 178 കുടുംബങ്ങൾ അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുകയാണ്. ബാക്കിയുള്ള ഗുണഭോക്താക്കൾക്കും ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ വീട് കൈമാറുന്നതായിരിക്കും. അവരുടെ വീടുകളുടെ പണിയും അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നവർക്ക് പരസ്പരം സാന്ത്വനമാകണമെന്നും മൺമറഞ്ഞു പോയവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല രക്ഷാപ്രവർത്തനം ദുരന്ത നിവാരണ രംഗത്ത് ഒരു വേറിട്ട അധ്യായം രചിച്ചുവെന്ന് മന്ത്രി കെ രാജൻ. അർദ്ധസൈന്യ പ്രവർത്തകരോടൊപ്പം ജനങ്ങളുടെ കൃത്യമായ ഇടപെടലുണ്ടായത് കേരളം സമൂഹത്തിന്റെ ഐക്യത്തെ എടുത്തുകാട്ടിയതായി അദ്ദേഹം പറഞ്ഞു. ടൌൺഷിപ്പിന്റെ ആദ്യഘട്ട ഗുണഭോക്താക്കളായ 178 കുടുംബങ്ങൾക്ക് പുറമേയുള്ള കുടുംബങ്ങൾക്കും ഏതാനും മാസങ്ങൾക്കകം പൂർത്തിയായ വീടുകൾ കൈമാറാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയതായി മന്ത്രി വീണ ജോർജ്. പൊങ്കാല ദിവസം 10 പോയിന്റുകളിൽ മെഡിക്കൽ ടീമും ആംബുലൻസുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലും ആരോഗ്യ പ്രവർത്തകരെ വിന്യസിച്ചിട്ടുണ്ട്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ 12 ആശുപത്രികളിൽ ആവശ്യമായ സംവിധാനങ്ങൾ പ്രത്യേകം സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പും നിരീക്ഷണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. മറ്റന്നാൾ വരെ വാഹന പാർക്കിംഗ് കർശനമായി നിയന്ത്രിക്കും. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം പവർ ഹൌസ് റോഡ് വശം പൂർണ്ണമായും അടച്ചു. യാത്രക്കാർ തമ്പാനൂർ ഭാഗത്തുള്ള പ്രവേശന കവാടങ്ങൾ ഉപയോഗിക്കണം. തീർത്ഥാടകരുടെ സൌകര്യാർത്ഥം കൊല്ലം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ 1 മുതൽ 4 വരെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നും, നാഗർകോവിൽ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പ്ലാറ്റ്ഫോം 5-ൽ നിന്നും പുറപ്പെടും. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI NET മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്തുതല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. വൈകിട്ട് 7 മണിക്ക് കൊൽക്കത്തയിലാണ് മത്സരം. കണ്ണൂർ ജില്ലയിൽ രാത്രി 8 മണിക്ക് ശേഷം പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ജില്ലാ വികസന സമിതിയിൽ തീരുമാനം. ബസ്സുകൾ ട്രിപ്പ് മുടക്കുന്നതിനാൽ രാത്രി യാത്രയ്ക്ക് പ്രയാസം അനുഭവപ്പെടുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ പൌരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് ഇന്ത്യൻ എംബസികൾ. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ഇന്ത്യയുടെ യോഗയും സംഗീതവും ലോകരാഷ്ട്രങ്ങളെ ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തൃശൂരിൽ ചേതന ഗാനാശ്രമത്തിന് ഉപരാഷ്ട്രപതി തറക്കല്ലിട്ടു. പുതുച്ചേരിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള മാതൃകാ ടൌൺഷിപ്പ് 1-ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാന നഗരി. ആരോഗ്യ ഭക്ഷ്യവകുപ്പുകൾ പൂർണ്ണ സജ്ജമെന്ന് ആരോഗ്യമന്ത്രി. T20 ലോകകപ്പ് ക്രിക്കറ്റ് സൂപ്പർ 8 പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് വെസ്റ്റ് ഇൻഡീസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.